നമസ്കാരം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും കോടികൾ ചെലവിടുന്ന ആഘോഷ പരിപാടിയോടുള്ള വിമർശനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്തും ആഘോഷവുമൊക്കെ തുടരുകയാണ് ഇടത് സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ ദയനീയ പരാജയം അത് ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വിഷയമേ അല്ല. അത്തരത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തൽ നടപടി കൂടിയേ തീരുവെന്ന മുന്നണി നേതാക്കളടക്കം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സാധ്യമല്ല എന്ന രീതിയിൽ ഭരണം തുടരുകയാണ് ഇടത് സർക്കാർ. മാസങ്ങൾക്ക് മുമ്പ് ഒരാവശ്യവുമില്ലാതെ നടത്തിയ കേരളീയം ഈ വർഷം ഡിസംബറിൽ വീണ്ടും അവതരിപ്പിക്കാൻ പോകുകയാണ്. കേരളീയം നടത്താൻ മുഖ്യമന്ത്രി ഇങ്ങനെ തീരുമാനമെടുത്തതിലൂടെ തിരുത്തൽ നടപടി എന്തായാലും ഉണ്ടാകില്ല. ധൂർത്ത് ആഘോഷം അത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി. പരിപാടി നടത്തുന്നത് ഖജനാവിലെ പണം കൊണ്ടല്ല, പണമിറക്കാൻ ആളുണ്ട്, സ്പോൺസർഷിപ്പ് വഴിയാണ് പരിപാടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പരിപാടി കഴിയുമ്പോൾ കണക്ക് ചോദിച്ചു ചെല്ലുമ്പോൾ സർക്കാർ കൈമലർത്തുമെന്നതും പിന്നീട് ആ ഫണ്ട് പൊതുഖജനാവിൽ നിന്ന് വകയിരുത്തും എന്നതും പതിവ് കാഴ്ചയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തവണയും ഈ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ടും നടക്കാൻ പോകുന്നത് ഇത് തന്നെയാകണം. പ്രത്യേകിച്ച് മറ്റൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തിയാകും കേരളീയം നടത്തുക എന്ന പ്രഖ്യാപനങ്ങൾ വെറും വാക്കായി മാറുന്നുണ്ട്. കഴിഞ്ഞ തവണയും സ്പോൺസർഷിപ്പ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. വ്യാപക പണപ്പിരിവ് നടത്തുകയും ചെയ്തു. ഖജനാവിൽ നികുതിയായി എത്തേണ്ടുന്ന പണം കേരളീയത്തിന്റെ മറവിൽ സ്പോൺസർഷിപ്പായി മാറ്റുകയും ചെയ്തു. നികുതി തട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറാൻ ഇതൊക്കെ സാഹചര്യം ഒരുക്കുന്നുണ്ട്. ആരാണ് സ്പോൺസർ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എല്ലാം പരമരഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഈ കൂട്ടർ. അടുത്ത കേരളീയം പരിപാടി പ്രഖ്യാപിക്കുമ്പോഴും അജ്ഞാതമായി തുടരുകയാണ് കേരളീയം പരിപാടിക്ക് സ്പോൺസർ ചെയ്യുന്നവരുടെ പേര്. 27 കോടിയോളം രൂപയാണ് കേരളീയത്തിന് വേണ്ടി സർക്കാർ കഴിഞ്ഞ തവണ ചെലവാക്കിയത്. സ്പോൺസർമാർ എത്തിയതോടെ ചെലവ് 100 കോടിക്ക് മുകളിലായി എന്നും കണക്കുകൾ പുറത്തു വന്നിരുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ തുക സ്പോൺസർഷിപ്പ് ആയി കിട്ടി എന്നതായിരുന്നു ധനമന്ത്രി ആദ്യമായി പ്രതികരിച്ചത്. ആരാണ് സ്പോൺസർ എന്ന് ഇതിനു പിന്നാലെ ധനമന്ത്രി KN ബാലഗോപാലിനോട് ചോദിച്ചപ്പോൾ അത് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നുമില്ല. ഇത് സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഉണ്ടായിട്ടുമില്ല. കിഫ്ബിയും KFCയും കേരളത്തിന് കൊടുത്ത കണക്ക് മാത്രം ബാലഗോപാൽ പുറത്തുവിടുകയാണ് ഉണ്ടായത്. 15 കോടി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായി നൽകും എന്നതായിരുന്നു കിഫ്ബിയുടെ വാഗ്ദാനം. ഇതിന് കിഫ്ബി അനുമതിയും നൽകിയിരുന്നു. കേരളീയം പരിപാടിക്കായി 2.97 കോടി കിഫ്ബി ചെലവാക്കിയെന്നാണ് പിന്നീട് KN ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം കേരളീയത്തിന്റെ പേരിൽ കിഫ്ബി 2.32 കോടി നൽകി. സ്റ്റാളുകൾ സ്ഥാപിക്കാൻ 61.19 ലക്ഷം നൽകി. മോഡലുകൾ തയ്യാറാക്കാൻ വേണ്ടി 1.77 ലക്ഷം നൽകി. സെമിനാറുകൾ സംഘടിപ്പിക്കാൻ 1.20 ലക്ഷവും നൽകി എന്നതൊക്കെയായിരുന്നു കണക്ക്. വാടക, വൈദ്യുതി ചാർജ് ഇനങ്ങളിൽ ഏകദേശം 1.33 ലക്ഷം രൂപയും കിഫ്ബി കേരളത്തിനായി ചെലവാക്കിയെന്നും കണക്ക് പുറത്തു വന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരളത്തിനായി 11.95 ലക്ഷം ചെലവിട്ടു. ഇക്കണക്കിൽ ഇത്തവണയും കോടികൾ ഇറക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് സാമ്പത്തിക പ്രതിസന്ധി അന്നന്ന് കടുക്കും തോറും അതിനൊന്നും വകം വയ്ക്കാതെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചിലവിടുകയും ഫണ്ട് വകയിരുത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരായി മാറുകയാണ് ഇടത് സർക്കാർ. എന്തായാലും കേരളീയം വീണ്ടും നടത്താൻ പോകുന്നു എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ഇനി അടുത്തത് നവകേരളം ഉണ്ടാകുമോ, നവകേരള 2.0 ഉണ്ടാകുമോ എന്ന സംശയമാണ് ജനങ്ങൾക്ക്.